ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മുട്ട ബുർജിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി വീഡിയോയിലോട്ട് പോവാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് ഇവിടെ ഞാൻ 5-6 ഇല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ആ വെളുത്തുള്ളിയും അതേപോലെ 2 വലിയ ഉള്ളി ചോപ്പ് ചെയ്തെടുത്തതും ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഈ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് ഈ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ അതിലോട്ട് പഴുത്ത ഒരു തക്കാളി ചെറിയ പീസാക്കി കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഈ തക്കാളി നല്ലോണം വെന്തുടയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലോണം വെന്തു കഴിഞ്ഞാൽ ഇതിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ഇവ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം മീഡിയത്തിലിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കുവാൻ. ഇനി ഇപ്പോൾ ഇവ നല്ലോണം വഴറ്റിയിട്ടുണ്ട്. ഇനി ഈ ഉള്ളി എല്ലാം ഒരു സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം 2 കോഴിമുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഈ മുട്ട നല്ലോണം ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒരു 5 മിനിറ്റ് ഇത് നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി ഫ്ലെയിം ഹൈയിലാക്കിയതിന് ശേഷം വേണം ഇതൊന്ന് വഴറ്റിയെടുക്കുവാൻ. അങ്ങനെ മുട്ട ബുർജി ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത്